ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോടും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവവചനത്തിൻ്റെ മുന്നിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ദിവസം നാം ചിന്തിക്കുന്നത്, ഒരു വിശ്വാസി പ്രതിസന്ധിയിൽ തകർന്നു പോകരുത്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു വിശ്വാസിയുടെ പ്രതിസന്ധിയിൽ അവൻ്റെ ഉത്കണ്ഠകളെ ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന അനേകം വാതിലുകളുണ്ട്. വീഴുന്നവരെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത് നമ്മെ വഴി നടത്തുന്നൊരു ദൈവമുണ്ട്. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ വൻ തകർച്ചകളിൽ നിന്നും രക്ഷിക്കുന്നൊരു ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിക്കുണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ, വൻ തകർച്ചകൾ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കുന്ന അനേകം പേര്, ഈ കാലഘട്ടത്തിൽ എത്രയോ പേർ ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനെ ശ്രമിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. യെശയ്യാ പുസ്തകം 43 അധ്യായം 1-2 വാക്യങ്ങൾ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്നെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ, വീഴ്ചകൾ ഉണ്ടാകാം. എന്നാൽ പ്രതിസന്ധിയിൽ തകർന്നു പോകാതെ ആ വ്യക്തി ഹൃദയത്തിൽ ഏറ്റുപറയേണ്ട ഒരു വിശ്വാസമുണ്ട്. എൻ്റെ ജീവിതത്തിൽ വലിയ വെള്ളത്തിൽ കൂടി നടക്കുന്നൊരു അനുഭവം ഉണ്ടാകാം, നദിയിൽ കൂടി കടക്കുന്നൊരു അനുഭവം ഉണ്ടാകാം, തീയിൽ കൂടി നടക്കുന്ന അനുഭവം ഉണ്ടാകാം, അഗ്നിജ്വാലയിൽ കൂടി നടക്കുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇവിടെ ഒന്നും പതറിപ്പോകരുത്. കാരണം ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. യേശുവിനെ കർത്താവ് ദൈവമായി ഹൃദയത്തിൽ വിശ്വാസപൂർവ്വം സ്വീകരിച്ച് യേശുവിനെ പ്രതി ഒരു വിശ്വാസ ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ പതറിപ്പോകരുത്. കാരണം നിൻ്റെ തകർച്ചയിൽ നിന്നോട് കൂടെ ദൈവമുണ്ട് എന്നൊരു സത്യം തിരിച്ചറിയണം. സങ്കീർത്തന പുസ്തകം 34 സങ്കീർത്തനം 7 വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിക്കുന്നു. പ്രതിസന്ധിയിൽ നമ്മെ വിടുവിക്കുന്ന അവൻ ദൂതന്മാരെ അയച്ച് നമുക്ക് ചുറ്റും പാളയമിറങ്ങി നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം തിരിച്ചറിയണം. വീണ്ടും സങ്കീർത്തന പുസ്തകം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രതിസന്ധിയിൽ, ജീവിതത്തിലുണ്ടായ തകർച്ചയിൽ മനം നൊന്ത് നിരാശയുടെ വേദനയുടെ അനുഭവത്തിന് ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ അതിനും പറയുകയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പോൾ നുറുങ്ങിയ ഹൃദയവുമായി, തകർന്ന മനസ്സുമായി, നിരാശയിൽ കിടക്കുന്ന, കഴിഞ്ഞ നാളുണ്ടായ തകർച്ചകളുടെ വേദനകൾ മൂലം നിരാശ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിന്നെ രക്ഷിക്കുന്ന, വൻ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. വീണ്ടും അതിനെ പരിശോധിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് മാരകമായ രോഗങ്ങൾ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ പലർക്കും രോഗത്തെക്കുറിച്ച് ഭയമാണ്. ഈ കാലഘട്ടങ്ങളിൽ പലരും പറയുന്നു, അടുത്തൊരു വീട്ടിൽ രോഗം വരുമ്പോൾ അടുത്ത മുറിയിലുള്ളവർക്ക് പകർച്ചവ്യാധികൾ
വൈറസുകൾ പിടിപെടുമ്പോൾ അടുത്ത് ഞാനായിരിക്കുമെന്നോർത്ത്, ഇനി എനിക്കും രോഗം ബാധിച്ചിട്ടുണ്ടോ എന്നോർത്ത് ഭയപ്പെടുന്ന അനേകം വ്യക്തികൾ. കഴിഞ്ഞ നാളുകളിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ചില വ്യക്തികൾ അവർ പ്രാർത്ഥനാ വിഷയമായിട്ട് വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് ഓരോ ദിവസവും ഉണരുമ്പോൾ ഭയമാണ്. കാരണം ഇന്നലെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മുറിയിൽ താമസിക്കുന്ന ഒരാൾ മരിച്ചു. ഞങ്ങളുടെ അടുത്ത മുറിയിൽ താമസിക്കുന്ന രോഗികളാണ്. ഞങ്ങൾക്ക് രോഗമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. നമ്മൾ തിരിച്ചറിയണം, ഇന്ന് അനേകം പേര് മാരകമായ രോഗങ്ങൾ, വ്യാധികളിൽ ജീവിതത്തിൽ വേദന അനുഭവിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം രോഗം വരാതെ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ, അഥവാ രോഗം വന്നാലും എന്നെ രക്ഷിക്കുന്ന, വിടുവിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പ്രതിസന്ധികളിൽ, രോഗങ്ങളിൽ എനിക്ക് സൗഖ്യം നൽകുന്ന ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസവും ഉറപ്പും ധൈര്യവും നാം ഉണ്ടാക്കിയെടുക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 19 അധ്യായം 22 വാക്യം, യഹോവ മിസ്രയീമിനെ അടിക്കും, അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയിലേക്ക് തിരികുകയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. അപ്പോൾ ചില ശിക്ഷണങ്ങൾ ദൈവം അനുവദിക്കാം, ചില രോഗങ്ങൾ ദൈവം അനുവദിക്കാം, ചില പകർച്ചവ്യാധികൾ ദൈവം അനുവദിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ അനേക സ്ഥലത്ത് ദൈവം അയച്ച ബാധയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. ദൈവം അയച്ച മഹാമാരിയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. ദൈവം അയച്ച പകർച്ചവ്യാധിയെക്കുറിച്ച് ദൈവവചനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ദൈവം പറയുകയാണ്, യഹോവ മിസ്രയീമിനെ അടിക്കും, അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. എന്തിനാണ് ദൈവം ചില പകർച്ചവ്യാധികൾ അനുവദിക്കുന്നത്, ചില രോഗങ്ങൾ അനുവദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവർ യഹോവയെങ്കിലേക്ക് തിരിയും. അപ്പോൾ ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി ദൈവം ചില തകർച്ചകൾ, ചില രോഗങ്ങൾ, ചില പകർച്ചവ്യാധികൾ ദൈവമായ കർത്താവ് നമുക്ക് അനുവദിക്കാം. ഇപ്പോഴുണ്ടാകുന്ന രോഗത്തിൻ്റെ മൂലകാരണം അന്വേഷിച്ച് അനേക ജനങ്ങൾ അതിൻ്റെ പിന്നാലെയാണ്. ഈ രോഗത്തിൻ്റെ കാരണം എന്താണ്? എന്നാൽ ദൈവം തിരിച്ചറിയുക, ഒരു രോഗമുണ്ടാകാൻ പല കാരണമുണ്ട്. അതിലൊരു കാരണമാണ് ദൈവം അനുവദിക്കുന്ന ചില രോഗങ്ങൾ. എന്തിനാണ് ദൈവം ചില രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ അനുവദിക്കുന്നത്? ദൈവത്തിലേക്ക് നോക്കുവാൻ. അങ്ങനെ ദൈവത്തിലേക്ക് നോക്കുന്നവർക്ക് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്. ആ വാക്യം ഒന്നുകൂടി വായിക്കുകയാണ്, യഹോവ മിസ്രയീമിനെ അടിക്കും, അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയിലേക്ക് തിരിയുകയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ, നമ്മുടെ തൊട്ടടുത്ത്, അടുത്ത വീട്ടിൽ, അടുത്ത മുറിയിൽ പലർക്കും രോഗം വ്യാപരിക്കുമ്പോൾ നാം തിരിച്ചറിയണം, ഈ രോഗം ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്ന ഒരു ജനം, നിത്യനരകത്തിലേക്ക് യാത്രയാകുന്ന ഒരു ജനം, ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി ദൈവം ചില ബാലശിക്ഷകൾ, ചില ശിക്ഷണങ്ങൾ, ചില രോഗങ്ങൾ, ചില പകർച്ചവ്യാധികൾ ദൈവം അനുവദിക്കാം. നശിപ്പിക്കാൻ വേണ്ടിയല്ല, രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള സത്യം നാം തിരിച്ചറിയണം. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം 23 അധ്യായം അതിൻ്റെ 25 വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഇവിടെ ദൈവമായ കർത്താവ് പറയുകയാണ്, ദൈവമായ കർത്താവിനെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, നിൻ്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ ഇന്നുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, രോഗബാധകൾ, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ദാരിദ്ര്യവും ദുഃഖവും വേദനയെല്ലാം സത്യദൈവത്തെ ആരാധിപ്പാനും സേവിപ്പാനും ഇവിടെ വചനം പറയുകയാണ്, നാം ദൈവത്തെ സേവിക്കുമ്പോൾ, അവനെ ആരാധിക്കുമ്പോൾ, അവനായി നമ്മൾ സമർപ്പിക്കുമ്പോൾ, ദൈവത്തെ നാം പിൻചെല്ലുമ്പോൾ നമുക്ക് രോഗങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്. വീണ്ടും കർത്താവിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തന പുസ്തകം 103 സങ്കീർത്തനം 3 വാക്യം, അവൻ നിൻ്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ചില രോഗങ്ങൾ പാപം മൂലം, അകൃത്യം മൂലം ജീവിതത്തിൽ രോഗം കടന്നു വരാം. പാപം മൂലമുള്ള രോഗം മാറാൻ എത്ര മരുന്ന് കഴിച്ചാലും,
എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും രോഗം മാറണമെന്നില്ല. പാപം മൂലമുള്ള രോഗം മാറാൻ ഒറ്റ വഴിയുള്ളൂ, പാപമോചനം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. 4 ആൾ കൂടി ചുമന്നുകൊണ്ട് വന്ന തളവാത രോഗിയോട് യേശു പറയുന്നൊരു വാക്യമുണ്ട്, മകനെ, ഞാൻ നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ നിമിഷം ആ മനുഷ്യന് പാപമോചനവും രോഗസൗഖ്യം ലഭിച്ചു. എങ്കിൽ ആ മനുഷ്യൻ്റെ രോഗത്തിൻ്റെ കാരണം പാപമായിരുന്നു. പാപം മൂലമുള്ള രോഗം മാറാൻ പാപമോചനം പ്രാപിക്കണമെന്ന സത്യം നാം തിരിച്ചറിയണം. അപ്പോൾ ദൈവത്തിലേക്ക് തിരിയുവാനും, നാം അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിനെതിരായി, ദൈവത്തിൻ്റെ ആലയമായ സ്വന്തം ശരീരത്തിനെതിരായി, സഹജീവികൾക്കെതിരായി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അതിലൂടെ രോഗസൗഖ്യം നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് പറയുന്നു 147 സങ്കീർത്തനം 3 വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇന്ന് ശാരീരിക രോഗം മാത്രമല്ല, മാനസികമായ രോഗങ്ങളും കർത്താവ് സൗഖ്യം നൽകാൻ മതിയായ ദൈവമാണ് എന്ന് ദൈവമായ കർത്താവ് ചെയ്യുന്നു. മനം തകർന്നവരെ സൗഖ്യമാക്കും. മനസ്സിൻ്റെ രോഗമാണ് മനസ്സിനേറ്റ മുറിവുകൾ. കഴിഞ്ഞ നാളിൽ മറ്റുള്ളവർ നമ്മെ മുറിവേൽപ്പിച്ച വാക്കുകൾ, മുറിവേൽപ്പിച്ച ചില പ്രവൃത്തികൾ, ഞാൻ മരിച്ചാലും മറക്കില്ല എന്ന് ഹൃദയത്തിൽ കുറിച്ചിരിക്കുന്ന ചില ഓർമ്മകൾ, ചില മുറിവേറ്റ അനുഭവങ്ങൾ, ഇത് ഒരിക്കലും ചികിത്സിച്ചാൽ രോഗം മാറുന്ന രോഗമല്ല. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ സൗഖ്യം നൽകണമെന്ന് പറഞ്ഞാൽ ഇന്നൊരു ഡോക്ടർമാർക്കോ ഒരു വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യൻ്റെ മനസ്സിനേറ്റ മുറിവുകൾക്ക് സൗഖ്യം നൽകാൻ സാധ്യമല്ല. അതിനൊന്നൊരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളെ സൗഖ്യം നൽകാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം കർത്താവ് യേശുക്രിസ്തുവാണ്. വചനം പറയുന്നു, അവൻ്റെ മുറിവിനാൽ, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിന് പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പ്രതികൂല കാലഘട്ടങ്ങളിൽ രോഗത്തെ ഭയപ്പെടുന്ന, രോഗബന്ധനത്തിലായിരിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതിൽ നമ്മെ രക്ഷിക്കുന്ന ശാരീരികമായി മാനസികമായ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകുന്ന ഒരു ദൈവം, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിലേക്ക് തിരിയണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. 91 സങ്കീർത്തനം 15 വാക്യം വചനം പറയുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. കർത്താവിൻ്റെ വലിയ സംരക്ഷണം നമ്മോട് കൂടെ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും 46 സങ്കീർത്തനം 1 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ അവൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ചേർന്നുണ്ട് എന്ന സത്യം നാം തിരിച്ചറിയണം. എന്നോടൊപ്പം നിൻ്റെ വേദനകൾ ചുമക്കുന്ന, ദുഃഖങ്ങൾ പേറുന്നൊരു ദൈവം കൂടെ ഉണ്ട് എന്ന സത്യം തിരിച്ചറിയണം. 32 സങ്കീർത്തനം 7 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. അപ്പോൾ ഈ കഷ്ടതയ്ക്ക് പിന്നിലൊരു ഉല്ലാസമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ടെന്ന് നാം തിരിച്ചറിയണം. നമുക്കറിയാം, ഒരു കയറ്റം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കമുണ്ട്. ഒരു രാത്രി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു പകലുണ്ട്. ഒരു ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരു ഉയർപ്പ് ദിവസമുണ്ട്. ജീവിതത്തിൽ കഷ്ടതയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആനന്ദത്തിൻ്റെ ഒരു ദിവസമുണ്ട്. വചനം പറയുകയാണ്, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. വീണ്ടും 107 സങ്കീർത്തനം 13 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരുടെ കഷ്ടതയിൽ നിന്ന് അവരെ വിടുവിച്ചു, രക്ഷിച്ചു. ഇവിടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തെ വിളിക്കുക. എൻ്റെ കഷ്ടതകളെ, എൻ്റെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുന്നൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നൊരു സത്യം തിരിച്ചറിഞ്ഞ് അവനെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ പ്രതിസന്ധിയിൽ ഒരു വിശ്വാസി പതറിപ്പോകരുത്. കാരണം കഷ്ടതകളെ ജയിക്കുന്ന, കഷ്ടതകളിൽ ആനന്ദം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. വീണ്ടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യമാണ്, തക്ക സമയത്ത് എന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ
ഞാൻ വീണ്ടെടുത്തുന്ന തക്ക സമയത്ത് തന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ ജീവിതത്തിൽ ആരും എന്നെ സഹായിക്കാനില്ല എന്നോർത്ത് നെടുവെടുപ്പിടുമ്പോൾ ഇതാ ദൈവമായ കർത്താവ് അരുളി ചെയ്യാണ്, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അതിന് നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ ദൈവം നമുക്കനുകൂലമായ സമയത്ത് ദൈവം നമ്മെ ഉയർത്തും. അപ്പോൾ ഞാൻ പഠിച്ചിട്ട് എനിക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ വിവാഹം ആലോചിച്ചിട്ട് നടക്കുന്നില്ല, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ലഭിക്കുന്നില്ല, ഒരു ജോലിക്ക് വേണ്ടി അനേകം നാളുകളായി ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, ജീവിതത്തിൽ അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് നിരാശയോടെ നെടുവേർപ്പിടുമ്പോൾ ഇവിടെ ദൈവമായ കർത്താവ് പറയുകയാണ്, നിനക്ക് ദൈവം അനുവദിച്ചിരുന്ന സമയമുണ്ട്, ആ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. വീണ്ടും 1 ശമൂവേൽ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവമായ കർത്താവിൻ അതിനെങ്ങനെ പറയുന്നു, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. അപ്പോൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു തകർന്നൊരവസ്ഥയുണ്ട്, രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഇവിടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന, നീ എത്രമാത്രം താഴ്ചയിലാണോ അവിടെ നിന്ന് നിന്നെ ഉയർത്തുന്ന, നീ എത്രമാത്രം ദാരിദ്ര്യത്തിലാണോ ആ ദാരിദ്ര്യം നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ ദൈവത്തിൽ ആശ്രയിക്കുക. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ദാരിദ്ര്യമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്ന, നമ്മുടെ ഉയർച്ചയ്ക്കാക്കി അനുഗ്രഹത്തിനാക്കി മാറ്റുന്ന ദൈവമുണ്ട്. കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം അതിന് പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അല്ലല്ലോ. അപ്പോൾ ദൈവത്തിന് സകലവും സാധ്യമാണ്. പൊടിയിൽ കിടക്കുന്ന എന്നെ ഉയർത്തുവാൻ, കുപ്പയിൽ കിടക്കുന്ന എന്നെ പ്രഭുക്കന്മാരോടുകൂടെ ഉയർത്തുവാൻ കഴിയുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ച് ആ ദൈവത്തെ ആശ്രയിച്ചാൽ ആ ദൈവം നമ്മെ ഉയർത്തും. പ്രതിസന്ധിയിൽ അനേകം വിശ്വാസികളിൽ ഉണ്ടാകുന്ന ഒന്നാണ് മരണഭയം. അത് സാധാരണ വിശ്വാസിയിൽ മാത്രമല്ല എല്ലാവരിലും ഉണ്ടാകുന്ന ഒന്നാണ് മരണഭയം. മരണഭയം ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മുടെ ചുറ്റും നടക്കുന്ന മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, മരണം കാണുമ്പോൾ അതെല്ലാം മനസ്സിന് ഭയമായി മാറുകയാണ്. സങ്കീർത്തന പുസ്തകം 55:4-5 വാക്യങ്ങളിൽ കർത്താവിന്റെ വചനം പറയുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനൻ ദാവീദ് ശൗലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ആ മരണഭയത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ തനിക്കുണ്ടായ ഭയത്തെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഇന്ന് ഇത് അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അനുഭവമാണ്. ഇന്ന് മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, നമ്മുടെ തൊട്ടടുത്ത ഒരാൾ മരിക്കുമ്പോൾ മരണഭയം നമ്മെ വേട്ടയാടുകയാണ്. ഇന്ന് അനേകം പേർക്ക് ഉറക്കമില്ല. പ്രത്യേകിച്ച് പ്രായമായ അനേകം പേർക്ക് രാത്രി ഉറക്കമില്ല. ഈ കഴിഞ്ഞ നാളുകളിൽ അനേകം വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിച്ചു. കാരണം ഉറക്കമില്ലാത്ത രാത്രികളും ഓരോ നിമിഷവും ഒന്ന് ഉറങ്ങാൻ വേണ്ടി ദാഹിച്ച് ആഗ്രഹിക്കുന്ന അനേകം വ്യക്തികൾ. എന്തുകൊണ്ട് ഇവർക്ക് ഉറക്കമില്ല?
അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ മരണഭയമാണ്. മരിക്കുമെന്നുള്ള ഭയം അവരെ അസ്വസ്ഥപ്പെടുത്തുകയാണ്, ഹൃദയത്തിന് വേദനയായി മാറിയിരിക്കുകയാണ്. 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ കർത്താവിൻ്റെ വചനങ്ങൾ പറയുന്നു, മരണത്തിൻ്റെ തിരമാല എന്നെ വളഞ്ഞു, ദുഷ്ടതയുടെ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ ചൂഴ്ന്നു, മരണത്തിൻ്റെ കണികൾ എൻ്റെ മേൽ വീണു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവൻ്റെ ചെവികളിലെത്തി. ഇവിടെ മരണഭയം വേട്ടയാടുമ്പോൾ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ചുറ്റും അനേകം പേര് മരണം വഴി ലോകത്ത് മാറ്റപ്പെടുമ്പോൾ, സ്വന്തത്തിലും ബന്ധത്തിലും നാം സ്നേഹിച്ചവർ അനേകം പേര് ലോകത്ത് നിന്ന് മരണം വഴി മാറ്റപ്പെടുമ്പോൾ ആ മരണഭയം നമ്മെ വേട്ടയാടാം. എന്നാൽ ആ മരണഭയത്തിൽ നിന്ന് നാം രക്ഷപ്പെടാൻ ഇവിടെ വചനം പറയുകയാണ്, ഞാൻ യഹോവയെ വിളിച്ചു, എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവൻ്റെ ചെവിയിലെത്തി. അതായത് നമ്മെ മരണത്തിന് രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യത്തിൽ പറയുന്നു, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പോൾ മരണത്തിൻ്റെ ഭീതിയിലായിരുന്നവരെ തൻ്റെ മരണത്താൽ കർത്താവായ യേശുക്രിസ്തു വിടുവിച്ചു. അപ്പോൾ ഈ മരണത്തെ ജയിച്ച യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മരണഭയം ഇല്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയ്ക്കായി രക്ഷിക്കപ്പെടും, നിങ്ങൾ ഒരു നാൾ ലജ്ജിക്കുകയില്ല, അമ്പരന്ന് പോകുകയില്ല. അപ്പോൾ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷയുണ്ട്, നിത്യജീവനുണ്ട്. ആ നിത്യജീവനെക്കുറിച്ച് ബോധ്യമുള്ളവരൊരിക്കലും മരണത്തെക്കുറിച്ച് ഭയപ്പെടുകയില്ല. ആർക്കാണ് മരണഭയം? മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിത്യത എവിടെയാണെന്ന് വ്യക്തമായ ബോധ്യമില്ലാത്തവർക്കാണ്. അതായത് ഈ മരണത്തിലൂടെ ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ സ്വർഗത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകും. അവിടെ വിശുദ്ധന്മാരുണ്ട്, മാലാഖമാരുണ്ട്, ദൂതന്മാരുണ്ട്, സ്വർഗീയ സൈന്യമുണ്ട്. അവിടെ വേദനകളില്ല, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, രോഗങ്ങളില്ല. അവിടെ നിത്യസന്തോഷമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മരണഭയമില്ല. പരിശുദ്ധനായ പൗലോസ് പറഞ്ഞു, എനിക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരുവാൻ ഞാൻ ഏറ്റവും കാംക്ഷിക്കുന്നു. എൻ്റെ ഈ ശരീരത്തിൽ ഞാൻ വിട്ടുപിരിഞ്ഞ് എൻ്റെ ദൈവത്തോട് ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, രോഗങ്ങളുണ്ട്, വേദനയുണ്ട്, ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ട്, പോരാട്ടമുണ്ട്. ഇതൊന്നുമില്ലാത്ത സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ പറുദീസ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മരണഭയമില്ല. വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്യുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നാം തിരിച്ചറിയേണ്ട സത്യമുണ്ട്. ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്കൊരു മാറ്റമുണ്ട്. അവന് ന്യായവിധിയില്ല. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് നിത്യ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇവിടെ മരണമെന്ന് പറയുന്നത് രണ്ടാമത്തെ മരണമായ നിത്യ നരകാഗ്നിയാണ്. അതായത് പാപം ചെയ്യുന്ന മനുഷ്യൻ പാപത്തിൽ മരിച്ചാൽ അവന് നിത്യമായ മരണമാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ഒന്നാമത്തെ മരണം ശാരീരികമായ മരണമാണെങ്കിൽ, പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന ഒരു മനുഷ്യന് ന്യായവിധി ലഭിക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ മരണം. എന്നാൽ പാപത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യമായ സ്വർഗം ലക്ഷ്യമാക്കി ആ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് ന്യായവിധിയിൽ കൂടാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. അതിന് പറയുന്നു, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന്, അതായത് രണ്ടാമത്തെ മരണത്തിൽ നിന്ന്, നിത്യ നരകാഗ്നിയിൽ നിന്ന്
നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, രോഗങ്ങളുണ്ട്, മരണമുണ്ട്. എന്നാൽ അതിനെല്ലാം ജയിച്ച് നിത്യമായ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നൊരു വ്യക്തിക്ക് ന്യായവിധി കൂടാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമുക്കൊരവസരം നൽകിയിരിക്കുക. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന മരണത്തെ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മരണഭയം മൂലം ഉറങ്ങാൻ കഴിയാതെ മാനസികമായി ശാരീരികമായി തളർന്ന് വേദനയോടെ ദുഃഖത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയുക, ഈ മരണത്തെ ജയിച്ച് നിത്യമായ സ്വർഗരാജ്യം പ്രാപിപ്പാൻ ദൈവം നമുക്കൊരവസരം നൽകിയിട്ടുണ്ട്. നിത്യജീവനാകുന്ന, സത്യദൈവവും നിത്യജീവനുമാകുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും ദൈവവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനോടുകൂടെ ജീവിച്ച് യേശുവിനോടുകൂടെ മരണം വഴി ലോകത്ത് മാറ്റപ്പെട്ടാൽ അവൻ ന്യായവിധി കൂടാതെ നിത്യരക്ഷ പ്രാപിക്കുമെന്നുള്ള വചനത്താൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം. അതിനായിട്ട് നമുക്കൊരുങ്ങാം. ബാറക്കുമോ. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, പ്രതിസന്ധി നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നാളെ എന്ത് എന്നോർത്ത് ഞങ്ങൾ ഭാരപ്പെടുമ്പോൾ, ഉത്കണ്ഠയോടെ ആകുലതയോടെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ തകർച്ചകൾ ഞങ്ങൾ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് അവിടെ നിന്ന് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി രോഗങ്ങളും വ്യാധികളും പടർന്നു പിടിക്കുമ്പോൾ അതിൽ ഞങ്ങൾ രക്ഷിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ കഷ്ടതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ മതിയായ ദൈവമാണ് അവിടുന്ന് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാണ് അവിടുന്ന് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മരണഭയത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുന്ന അവിടുത്തെ വലിയ കരുണയ്ക്കും സ്നേഹത്തിനുമായി നന്ദി പറയുന്നു. പിതാവേ, അടുത്ത പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും മരണഭയത്തിലാണെങ്കിൽ എല്ലാ ഭയത്തിൻ്റെ മുറിവുകളെ യേശു ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയത്തിൻ്റെ അരൂപികളെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ തിരുവോട് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയത്തിൻ്റെ ഉത്കണ്ഠയുടെ എല്ലാ മുറിവുകളെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ, വീണു പോകാതെ, നിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടും ധൈര്യത്തോടും കൂടി കർത്താവെ സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപയും ശക്തി അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവ്, എല്ലാ മഹത്വം അങ്ങേക്ക്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം ചോദിക്കുന്നു, കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമീൻ. Somebody